സാൾസ്ബർഗിലെ മെയിൻ അട്രാക്ഷനിലൊന്നാണ് ഈ മലമുകളിൽ കാണുന്ന ഹോഹൻ സാൾസ്ബർഗ് ഫോർട്രസ്. 1077 പണിതിട്ടുള്ള ഈ കാസിലിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സ്റ്റെപ്പുകൾ കുറച്ചധികം കയറാനുണ്ട്, പക്ഷേ നമുക്ക് അപ്പുറത്ത് 13 യൂറോൻ്റെ ഒരു ടിക്കറ്റ് ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു റോപ്പ് വേയിൽ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട്, ഒരു ട്രെയിൻ പോലെ, റോപ്പ് വേ ട്രെയിൻ പോലെ. അതിൽ കയറി പോകാം. പക്ഷേ ഒരു അഡ്വഞ്ചറസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് സ്റ്റെപ്പ് തന്നെ കയറി പോകണം. ഞാനൊക്കെ ആ കൂട്ടത്തിലുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നത് കയറി നടക്കുകയാണ്. ആദ്യം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്, പക്ഷേ ഇതൊരു വ്യൂ പോയിൻ്റ് ഒന്നുമല്ല, പയ്യത്താറ് നിൽക്കുന്നതാട്ടോ. ഈ കാണുന്നതാണെങ്കിൽ ചെറിയൊരു വ്യൂ പോയിൻ്റ് ആണെന്ന് പറയാം കേട്ടോ. ഇത് ഫസ്റ്റ് കയറുന്നതിൻ്റെ ആദ്യത്തെ ഒരു ലാൻഡിങ് പോലത്തെ ഒരു സ്ഥലമാണ്. വന്നിട്ടുണ്ടെങ്കിൽ ബാക്കിലുള്ള മൗണ്ടനും അവിടെ സാധനങ്ങളൊക്കെ കാണാം. അടിപൊളിയാണ്, നല്ല അടിപൊളി വ്യൂ ആണ്. $2200 അടിയാ? മീറ്റർ കൂടുതലല്ലേ? കൂടുതലല്ല. അപ്പോൾ 2500 ഒരു 500 മീറ്റർ ഹൈറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ പാലസൊക്കെ സ്ഥിതി ചെയ്യുന്നത് 500 മീറ്റർ ഹൈറ്റിലാണ്. അതന്നെ, കൊള്ളാലേ, നല്ല അടിപൊളി വ്യൂ. ആ കാണുന്നത് സാൾസ്ബർഗ് യൂണിവേഴ്സിറ്റി കേട്ടോ. ഫുട്ബോൾ സ്റ്റേഡിയം അല്ലേ, ഫുട്ബോൾ കളിക്കുന്ന സ്ഥലം. ഈ സിറ്റി 12,000 വർഷങ്ങൾക്ക് മുമ്പ് ഫുൾ ഐസായിരുന്നു. പിന്നെ അത് മെൽറ്റായിട്ട് താഴേക്ക് ഇറങ്ങി, അങ്ങനെയാണ് സാൾസ റിവർ ഉണ്ടായതും അതിന് മുകളിൽ സാൾസ്ബർഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിറ്റി ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. ഈ സാൾസ്ബർഗ് സിറ്റിയുടെ അട്രാക്ഷൻ ഈ പള്ളികളുടെ മകുടമാണ്. ഈ സാധനം ഇല്ലാതെ ഈ സിറ്റി കാണാൻ ഒരു വൃത്തിയില്ല. അങ്ങനെ അല്ല, ഞങ്ങൾക്ക് ഒരു വട്ടം പള്ളിയുടെ ഇമ്പോർട്ടൻസ് എന്താന്ന് പറഞ്ഞിട്ട് കാണിച്ചതാണ്. ഓഹോ, ഇതിന്റെ മുകളിലേക്കൊന്നും എറിഞ്ഞാലും അല്ല ഇറങ്ങി. ശരിയാണല്ലോ, നല്ല ഭംഗിയുണ്ടല്ലേ. ഇതാണ് നീ പറഞ്ഞ പള്ളിയുടെ മകുടല്ലേ, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ് ഗൈസ്. കുറച്ചധികം ഉണ്ട്, കാടുകളിലൂടെ നടന്ന് സിറ്റിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച്. പണ്ടത്തെ ആൾക്കാർ സമ്മതിക്കണം കേട്ടോ, അവർ ഈ കുതിര വണ്ടിയിലൊക്കെ ഈ സംഭവങ്ങൾ എത്തിക്കണേ. കുതിരകളെ സമ്മതിക്കണം, ഇത്ര ഹൈറ്റിലേക്കൊക്കെ പോകണമെങ്കിൽ. അവസ്ഥ. അപ്പോൾ ഗൈസ്, നമ്മൾ ഏകദേശം ഇതിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്, നമ്മുടെ കാസലിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഡീകോഡിയും ഇറങ്ങി താഴേക്ക് പോവാം. ഇത് വേറെ വഴിയാണ്, അപ്പുറ സൈഡിൽ കൂടെ കയറുന്ന കേസ്. അപ്പോൾ നമ്മളിതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്. നമ്മളങ്ങനെ മനോഹരമായിട്ടുള്ള കാസലിലേക്ക് ഇറങ്ങാനായിട്ടും പ്രശ്നം. അതെ, എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ നടന്ന് കോട്ടയുടെ മെയിൻ എൻട്രൻസ് കഴിഞ്ഞ് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. സ്റ്റീപ്പായിട്ടുള്ളൊരു നടത്തായിരുന്നു, എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ്. അതല്ല, ഈ കവർ എങ്ങനെ എൻ്റെ കയ്യിലെത്തിയേ? ഒരു കാൻഡിഡേറ്റ് കിട്ടിയെന്നൊക്കെ അഭിനയിച്ചോ? നല്ല ഭംഗിയിൽ അഭിനയിക്കണം എന്നുള്ളൂ. വീഴാണെങ്കിൽ ഞാൻ അതങ്ങനെ എടുക്കൂട്ടോ. ഇതൊരു റെയിൽ പോലെ സെറ്റ് ചെയ്തേക്കാണ്. നമുക്ക് എന്താ അവിടെ ഒരു ഹോട്ടലുണ്ട്, അവിടേക്ക് ഫുഡൊക്കെ എത്തിക്കാനാണ് തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കാസലിൻ്റെ അകത്തേക്ക് കടക്കുകയാണ്. ഉള്ളിൽ ബൾബൊക്കെ ഉണ്ടല്ലോ,
കുഴപ്പമില്ല, നല്ല അടിപൊളി സംഭവമാണ്. നമ്മളവിടുത്തെ നാട്ടിലേക്ക് കോട്ടയടൊക്കെ ഒരു ചെറിയൊരു വകഭേദം. നല്ല വലിയ കോറിഡോറാട്ടോ. എന്താ സുഖല്ലേ? ആ കൊല്ലനുണ്ടോ അവിടെ? ഈ കാണുന്നതാണ് കോട്ടയുടെ ഉള്ളിൽ നിന്നുള്ള അതിമനോഹരമായിട്ടുള്ള കോട്ടയുടെ തന്നെ ദൃശ്യം. കൊള്ളാല്ലേ? ഇവിടെ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. ഈ കൊടി പറക്കുന്നു. കോട്ടയുടെ കൊടിയായിരിക്കും. ഉള്ളിൽ പള്ളിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പുരുഷൊക്കെ ഇരിക്കുന്നു. കുഴപ്പമില്ല. ഇതാണ് ഞാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റ്. റൈറ്റ് സൈഡിൽ നടന്ന് ബോറടിക്കുന്നവർക്ക് കളിക്കാൻ പറ്റിയ ചെറിയ ചെറിയ ഗെയിംസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ബോൾ ഇവിടെ കാണാനില്ല. ബോൾ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരണമാവോ? ഇവിടെ ബ്രെയിലി ലിപിയിൽ വലിയ സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ബ്രെയിലി ലിപി അറിയാത്ത കാരണം കൊണ്ട് ഞാനത് പറഞ്ഞു തരുന്നില്ല. അതാണുണ്ട്. ഞാൻ അവിടുന്ന് ഈ ലൈറ്റാണ് ഞാൻ അവിടെ വെച്ച് പറഞ്ഞത്. ഇവിടെ ഫ്രീ വൈഫൈ ഉണ്ട്. സ്റ്റാർട്ടിങ്ങിൽ എഴുതി കാണിച്ചായിരുന്നു. അങ്ങനെ നടത്തത്തിൻ്റെ അവസാനം ഞങ്ങൾ കാസിലിൻ്റെ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇത് അവിടെ നിന്നുള്ള അടിപൊളി വ്യൂ. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്ര കഷ്ടപ്പെട്ട് ഇതിന് മുകളിലേക്ക് എത്തിയത്. ഉള്ളല്ലേ? അവൾ പറഞ്ഞു ശരി തന്നെ കേട്ടോ. ഏത് നഗരത്തിൻ്റെ ഭംഗി ആ പള്ളികളുടെ ഡോമ് തന്നെയാണ്. ഈ കോട്ടയുടെ ആ വ്യൂവിലുള്ളത് കണ്ടു. അവിടെ ഫുൾ സിറ്റി വ്യൂ ആണ്. ഇപ്പുറ സൈഡിലുള്ളതൊക്കെ ഒരു വില്ലേജ് ബ്യൂട്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതാണ് ഈ കാണുന്നത്. നല്ല ഡിഫറൻസ് ഉണ്ട്. ഒരു ഫുള്ള് അപ്പുറ സൈഡിലുള്ള മലയും ചേർന്നിട്ടുള്ള വീടുകളും ഒരു വെറൈറ്റി വ്യൂ ആയിരുന്നു. കൊള്ളാമല്ലേ? നല്ലൊരു അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ഇതും അപ്പുറത്ത് കാണുന്ന വ്യൂവും കൂടെ ഒരുമിച്ച് കാണുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. നല്ല വ്യത്യാസമുണ്ട്. ഇപ്പുറത്ത് ഫുള്ള് അടുക്കടിക്കടിക്ക് കെട്ടിടങ്ങളും ഇപ്പുറത്തെ സൈഡിൽ വലിയൊരു പച്ചപ്പും അതിനോട് ചേർന്നിട്ട് കുറച്ച് വീടുകളും നല്ല ഭംഗിയുണ്ടല്ലേ? അതിൻ്റെ അപ്പുറത്ത് വലിയൊരു മാല്, നല്ല ഭംഗി. അതാണ് ആൽപ്സ് എന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ ഭാഗം. അങ്ങനെ ഇവിടുത്തെ വ്യൂ കഴിഞ്ഞു. ഇനി പോകാനുള്ളത് അടുത്ത വിങ്ങിലേക്കാണ്. അതിനും ഇഷ്ടംപോലെ സ്റ്റെപ്പുകൾ കയറണം. ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് വ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാതും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ്. ഇനി ഇവിടുന്ന് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വഴി നമ്മൾ ആദ്യം വന്ന സ്ഥലത്തേക്ക് എത്തും. ആദ്യം പറഞ്ഞില്ല ഒരു റെസ്റ്റോറൻ്റൊക്കെ ഉണ്ടെന്ന്, അവിടേക്ക് എത്തും. അപ്പോൾ നമ്മൾ അതികൂടെ വന്നിട്ട് ഇതികൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം മൊത്തം നമ്മൾ ഇത് കവർ ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥം. അങ്ങനെ ഈ യാത്ര ഇവിടെ പൂർത്തിയായി. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.